ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊരു ഇലക്ഷൻ്റെ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്താണ്. അടുത്ത ദിവസം നമ്മളൊക്കെ വോട്ട് ചെയ്യേണ്ടവരാണ്. ഒരു വോട്ട് എന്നാൽ ഒരു രാജ്യത്തെ, പ്രത്യേകിച്ചും ഈ രാജ്യത്തെ പൗരൻ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, ചിലരെങ്കിലും മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ് എന്നതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൗരൻ എന്ന നിലക്കും ഒരു വിശ്വാസി എന്ന നിലക്കും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട്. ഇസ്ലാം വോട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യനെ കാണുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞ യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, എല്ലാ മനുഷ്യരും, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന, മരിച്ചുപോയ, ഇനിയും ജീവിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരും, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരേ പിതാവിൽ നിന്ന് ഒരേ മാതാവിൽ നിന്ന് ജനിച്ചവരാണ്. ഒരേ പിതാവിന്റെയും മാതാവിന്റെയും മക്കളുടെ 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 മക്കളായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതും ഇനി വരാൻ പോകുന്ന തലമുറ ജീവിക്കേണ്ടതും. ലോകത്തുള്ള മനുഷ്യന്മാരൊന്നാകും ഒരു കുടുംബമെന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അലാ ലിഫളിൻ ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലിഅഹ്മറ അലാ അസ്വദ വലാ ലിഅസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വാ. ഒരു അറബിക്ക് അറബിയല്ലാത്തവനേക്കാളോ ഒരു അറബിയല്ലാത്തവന് അറബിയെക്കാളുമോ, ഒരു വെളുത്തവന്, അഥവാ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അഹ്മർ എന്നാണ്, നമ്മളെപ്പോലെ ശരീരപ്രകൃതിയുള്ള ചുവന്ന ഒരുവന് അസുവദുകാരനേക്കാളോ അല്ലെങ്കിൽ കറുത്തവനേക്കാളോ, ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു ഔന്നത്യവും ഒരു പ്രത്യേകതയുമില്ല, ഇല്ലാ ബിത്തഖ്വാ, സൂക്ഷ്മത കൊണ്ടല്ലാതെ. ഖുർആൻ പറഞ്ഞ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, മനുഷ്യനെ വേർതിരിക്കുന്നത്, ഒരേ മാതാപിതാക്കളുടെ മക്കളായ മനുഷ്യൻ വേർപെട്ട് നിൽക്കുന്നത്, അവൻ ഔന്നത്യമുണ്ടാവുന്നത് അവന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് മാത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും വിശദീകരിച്ചു. ഇസ്ലാമിന്റെ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. സമുദായത്തിന്റെ പേരിൽ നമ്മുടെ ആൾക്കാർ എന്ന രീതിയിലുള്ള ചിന്തയിലേക്ക്, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആളുകളെന്ന വിശാലതയിലേക്ക് പോകാതെ ആ ഒതുങ്ങിയ ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു വിഷയമാണ്. നാം മനസ്സിലാക്കേണ്ടുന്നത്, വിശ്വാസം, വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ ഉള്ളത് ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകിയ അവകാശമാണ്. ഇസ്ലാം ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാന വിഷയം. ലാ ദിററ വലാ ദിറാറ, ഇസ്ലാമിന്റെ വളരെ പ്രഗത്ഭമായ, വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണിത്. ദ്രോഹിക്കാനോ, സ്വയം തന്റെ ശരീരത്തെ ഒരാളും ദ്രോഹിക്കാൻ പാടില്ല, മറ്റൊരു അപരനെ ദ്രോഹിക്കാൻ പാടില്ല. വലാ ദിറാർ, ദ്രോഹിക്കപ്പെടാനും പാടില്ല. ഞാൻ ഒരാളെ ദ്രോഹിക്കുകയോ എന്നെ ഒരാൾ ഇങ്ങോട്ട് ദ്രോഹിക്കുകയോ ചെയ്യരുത് എന്നുള്ളത് ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശമാണ്. ഇസ്ലാം പഠിപ്പിച്ച വലിയ ഒരു സന്ദേശമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്ത ഭൂമികളിൽ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുമായി ഈ ഒരു നയം സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ലാ ദിററ വലാ ദിറാർ, ദ്രോഹിക്കാനോ ദ്രോഹിക്കപ്പെടാനോ പാടില്ല. നമ്മളൊരാളെ അങ്ങോട്ട് ആക്രമിക്കുക എന്നതുപോലെ തന്നെയാണ് നാം സ്വയം നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കുക എന്നുള്ളതും കൂടി നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ശാരീരികമായോ
മാനസികമായോ സാമ്പത്തികമായോ ഒരു പ്രയാസവും ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിമിന്റെ വിശ്വാസിയുടെ സ്വഭാവമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. തന്റെ നാവ് കൊണ്ടും കൈകൊണ്ടും മറ്റു മനുഷ്യർക്ക് സുരക്ഷിതത്വം നൽകുന്നവനാണ് മുസ്ലിം. തന്റെ നാവ് കൊണ്ട് തന്റെ കൈകൊണ്ട് നാം അവനെ കുറിച്ച് അപവാദം പറയരുത്, പരദൂഷണം പറയരുത്, ഇല്ലാക്കഥകൾ പറയരുത്, അവനെ തെറ്റിദ്ധരിപ്പിക്കരുത്. അവന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാവേണ്ടത്. നാവ് കൊണ്ട് ഒരാളെയും പരിഹസിച്ചോ അപഹസിച്ചോ അവന് നിന്ദിച്ചോ സംസാരിക്കാൻ പാടില്ല. അഥവാ നാവ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ആക്രമിക്കുന്ന സ്വഭാവം, നേരിടുന്ന സ്വഭാവം, പ്രതിഷേധത്തിന്റെ, കോപത്തിന്റെ, വിദ്വേഷത്തിന്റെ സ്വഭാവം ഒന്നും തന്നെ ഒരു മനുഷ്യനിൽ മറ്റൊരു മനുഷ്യനോട് ഉണ്ടാവരുത്. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. തന്റെ നാവ് കൊണ്ടും തന്റെ കൈ കൊണ്ടും മറ്റു മനുഷ്യർക്ക് സുരക്ഷിതത്വം നൽകുന്നവനാണ് മുസ്ലിം. വൽ മുഅ്മിനു മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. ജനങ്ങൾ അവരുടെ ജീവനും സ്വത്തിനും ആരെയാണോ വിശ്വസിക്കുന്നത്, ആരിൽ നിന്നാണോ അവർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്, അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അപ്പോ ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മളൊരാളുടെയും സമ്പത്ത് ചൂഷണം ചെയ്യാൻ, അത് കൈയടക്കാൻ, അത് അപഹരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവന്റെ ജീവന് ഭീഷണിയാവുന്ന ഒരു സമീപനവും ഒരു മുഅ്മിനിൽ നിന്നുണ്ടാവരുത്. ഒരു മുസ്ലിമാവണം എന്ന് വെച്ചാൽ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരാളെയും ആക്രമിക്കുന്നവനും ആവരുത്. നാവ് കൊണ്ടുള്ള പരിഹാസങ്ങൾ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇലക്ഷൻ സമയത്ത്. ഒരു വിശ്വാസി ഇവിടെയൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരാളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചു, നമ്മളെ ചതിച്ചു ഒരാൾ, അയാളോട് എങ്ങനെ നിൽക്കണം? അതും ഇസ്ലാം പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദിൽ അമാനത ഇലാ മൻ തമക്ക്. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനിലേക്ക് നീ നിന്റെ അമാനത്ത് നൽകണം. നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു അമാനത്ത്, ഒരു വിശ്വസ്തത, ഒരു ദൗത്യം, ഒരു ചുമതല, ഒരു ഉത്തരവാദിത്വം, അത് ഏറ്റവും നല്ല രീതിയിൽ ക്രിയാത്മകമായി നീ നിർവഹിച്ചിരിക്കണം. വലാ തഖുൻ മൻ ഖാനക്. അതുപോലെ തന്നെ നിന്നെ ചതിച്ചവന് ചതിക്കുകയും ചെയ്യരുത്. നിന്നെ പറ്റിച്ചവനെ നീ അങ്ങോട്ടും പറ്റിക്കരുത്. അതാണ് ഏറ്റവും നല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഇങ്ങോട്ട് ചതിച്ച ആളോട് അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കണമെന്ന് ആരാവിടെ പറയുന്നത്? ആർക്കാണ് കഴിയുക? അവിടേക്ക് മനുഷ്യൻ അവന്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. നമ്മളൊരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്കൊരു ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം. നമ്മളൊരു വ്യവസായം തുടങ്ങുന്നു, ഒരു സ്ഥാപനം തുടങ്ങുന്നു, ഒരു വീട് വെക്കുന്നു, അതൊക്കെ തന്നെയും നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അത് മറ്റൊരിക്കലും ഒരു കാരണം കൊണ്ടും മറ്റൊരാൾക്ക് ഉപദ്രവമാകുന്ന രീതിയിലാവരുത്. മറ്റൊരാളുടെ തൊട്ടടുത്തുള്ള കടക്കാരന്റെ, തൊട്ടടുത്തുള്ള ആളുകളുടെ, തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾക്ക് ശുദ്ധമായി ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് യാത്ര പോകുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വരുമാന ജീവിതായോധനം നിർവഹിക്കുന്നതിന് തടസ്സമാവുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്തു വെച്ച് കളയരുത് എന്നും, ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു വലിയ തിന്മ, മറ്റുള്ളവർക്ക് ഉപദ്രവകരമാവുന്ന തിന്മ നമ്മിൽ നിന്നും ഉണ്ടാവരുത് എന്നും ഇസ്ലാം പറയുന്നു. അതുപോലെ ഇസ്ലാം മുന്നോട്ട് വെച്ച വലിയൊരു സന്ദേശമാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ നിർബന്ധമില്ല. ഇത് മതം എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്, പൂർണ്ണമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിലൊരു നിർബന്ധവുമില്ല. മതം അവരുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം. ലക്കും ദീനുക്കും വലിയ ദീൻ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. ഞാൻ ഈ മതം വിശ്വസിക്കുന്നത്, ഈ മതമാണ് യഥാർത്ഥത്തിൽ നമ്മളെ പരലോകത്ത് രക്ഷപ്പെടുത്തുക എന്ന ഉത്തമ ബോധ്യത്തോടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്റെ ഈ പരലോകത്ത് രക്ഷപ്പെടുമെന്നുള്ള ഈ സന്ദേശം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നു. അത്
അതൊരു നിർബന്ധ സാഹചര്യത്തിന്റെയോ അല്ലെങ്കിൽ ഭീഷണിയുടെയോ പേടിപ്പിക്കലിന്റെയോ ഒന്നും കാരണമില്ലാതെ തന്നെ നേർക്ക് നേരെ അവരിലേക്ക് എത്തിക്കുന്നു. അവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഇതാണ് ഇസ്ലാം നൽകിയ വിശ്വാസ സ്വാതന്ത്ര്യം. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ സാമ്പത്തികമായ സ്വാതന്ത്ര്യം, ജോലി ചെയ്യുക, വരുമാനം ഉണ്ടാക്കുക, അത് നിയമപരമായി സംരക്ഷിക്കപ്പെടുക എന്നിത്യാദി കാര്യങ്ങളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ പറയാണ്, ഹുവല്ലദീ ജഅലകുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അവനത്രേ നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നവൻ. ഈ ഭൂമി നമുക്ക് നമ്മുടെ താല്പര്യമനുസരിച്ച് കൃഷി ചെയ്ത് വ്യവസായം നടത്തി അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമാറ് നമുക്കിവിടെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടാതെ നമുക്ക് മറ്റൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ തന്നെ വെള്ളവും വായുവും ഒക്കെ ഫ്രീ ആയി നമുക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ വിരാജിക്കാൻ, സത്യസന്ധമായി വിരാജിക്കാൻ, ദ്രോഹം ചെയ്യാനല്ല, അവർക്കോ പുതുതലമുറക്കോ വരാൻ പോകുന്ന തലമുറക്കോ ഉപദ്രവം ഉണ്ടാക്കി വെക്കാനല്ല, അല്ലാതെ സത്യസന്ധമായി ജീവിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹു നൽകിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുക. ഇസ്ലാം മുന്നോട്ട് പറഞ്ഞിരിക്കുകയാണ് യാത്രാ സ്വാതന്ത്ര്യം. ഒരുപാട് ആയത്തുകൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സന്ദർശിക്കൂ. സന്ദർശനം എന്നുള്ളത് ഒരുപാട് ഉത്ഥാന പതനങ്ങളുടെ ചരിത്രം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നും വിശുദ്ധ ഖുർആൻ മറ്റ് ഒരുപാട് സന്ദർഭങ്ങളിൽ കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ലോകത്ത് നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് മറ്റൊരാൾക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ജീവിക്കാനും ക്രയവിക്രയം നടത്താനുമുള്ള സൗകര്യം ഈ ഭൂമിയിൽ അല്ലാഹു നൽകി. അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം നൽകി. അതുപോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഉപജീവന മാർഗം നേടുക. ഇലൈഹിൻ നുശൂർ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വെച്ചാൽ തിന്നാനും കുടിക്കാനും നമുക്ക് ജോലി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വരുമാന മാർഗം, സത്യസന്ധമായ ഹലാലായ വരുമാന മാർഗം ഉണ്ടാവേണ്ടതുണ്ട്. അതിനും ഈ ഭൂമി ഒരുക്കി തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമി എന്നുള്ളത് ഇതിന്റെ ഉടമസ്ഥാവകാശം, അതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഭൂമിയെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം, ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യാനുള്ള അവകാശം, ഈ ഭൂമിയിൽ ഉപജീവന മാർഗം തേടാനുള്ള അവകാശം നമുക്ക് എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടർക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു മതവിശ്വാസികൾക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു പൗരാണിക സമൂഹത്തിൽ ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അവകാശപ്പെടുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കുമാണ്. എല്ലാവർക്കും അതിന്റെ അവകാശമുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനെയും ആക്രമിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീആ. ഒരാളെ കൊന്നതിന് പകരമായി അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പകരമായിട്ടോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെയാകെ കൊന്നതിന് തുല്യമാണ്. നമ്മൾ അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ എല്ലാവരെയും നമ്മളെ അടക്കം കൊന്നതിന് തുല്യമാണ്, മഹാപാതകമാണ് ഇത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുർആൻ തുടരുന്നത്, ഒരു മനുഷ്യനെ ഇതുപോലെ ജീവൻ നൽകി സംരക്ഷിച്ചാൽ, പ്രയാസപ്പെടുന്ന മനുഷ്യനെ, രോഗിയെ, അഗതിയെ, ദരിദ്രനെ ഒക്കെ ആ രീതിയിൽ ചേർത്ത് പിടിച്ചാൽ അത് ലോകത്തെ മനുഷ്യന്മാരെ ഒക്കെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നും ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരെ നമ്മളായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല. മനസ്സുകൊണ്ട്, നാവ് കൊണ്ട്, ശരീരം കൊണ്ട് ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരെ ചേർത്ത് പിടിക്കണം. പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ ജീവിപ്പിക്കുക എന്നുള്ളത് ലോകത്താകമാനമുള്ള മനുഷ്യരെ ജീവിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ യാത്രാ സൗകര്യം, യാത്രാ സ്വാതന്ത്ര്യം. എനിക്ക് എന്റെ നാട്, പല സ്ഥലത്തും അങ്ങനെയുണ്ട്. ഈ രാജ്യത്ത്, ഈ നാട്ടിൽ തന്നെ, കേരളക്കരയിൽ തന്നെ പല പ്രദേശത്തും പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. പല പ്രദേശവും അവരുടെ ചില ഗുണ്ടകളുടെ ചില അണ്ടർപ്പെട്ടു പോയിട്ട് അവിടെ മറ്റുള്ള ആർക്കും പ്രവേശിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്, കേരളക്കരയിലുമുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ കണ്ട
കണ്ടതാണ്. ഇലക്ഷൻ പ്രചരണവുമായി ഒരു സ്ഥാനാർത്ഥി പ്രദേശത്ത് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ തടഞ്ഞു നിർത്തിയ സംഭവം ഇരിക്കട്ടെ. അത്തരത്തിൽ ഒരു തടയലിനും ഒരാൾക്കും അവകാശമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഈമാനു ബിൽഉം വസബൂന ഔ ബിൽഉം വസിത്തൂന ശുഅബ. ഈമാനിന് 70 അല്ലെങ്കിൽ 60 ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു. വഅദ്നാഹാ ഇമാമത്തുൽ അദാ അനിത് തരീഖ്. അതിലേറ്റവും താഴേക്കിടയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പോൾ എന്റെ വഴിക്ക് മുന്നിൽ എനിക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിലൊരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം നീക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ തടസ്സം നീക്കുന്നത് പ്രിയപ്പെട്ടവരെ? ശേഷം വരുന്നവൻ ആരാവട്ടെ, എന്റെ കുടുംബക്കാരനായിക്കൊള്ളണമെന്നില്ല, ആരുമാവാം, ഏത് മനുഷ്യനുമാവാം, നമുക്കൊക്കെ വിയോജിപ്പുള്ള, നമുക്കൊക്കെ ചിലപ്പോൾ വിദ്വേഷമുള്ള ആള് തന്നെയാവാം, അവന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, പൗരാവകാശം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന്. ഇതുപോലെ വഴി തടസ്സപ്പെടുത്തുന്ന സമീപനവും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ അനാരോഗ്യകരമായ സാഹചര്യങ്ങൾ, നമ്മളൊക്കെ അറിയാവുന്നതുപോലെ ഒരു പ്രദേശത്തെ ആകെ മലിനമാക്കുന്ന, പല രീതിയിൽ മലിനമാക്കപ്പെടുന്നുണ്ട്, നമുക്കറിയാവുന്നതാണ്. വ്യവസായങ്ങൾ പോലുള്ള സംരംഭങ്ങളിലൂടെ ഒരു പ്രദേശം വികസിക്കുന്നു എങ്കിൽ പോലും അത് മറ്റു രീതിയിൽ പല ആളുകളെയും പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ. എന്തുവെന്നാലും ഒരു സത്യവിശ്വാസി അവന്റെ മനസ്സിനോട് ചോദിച്ചുകൊണ്ട് വേണം, ഞാൻ നിർവഹിക്കുന്നത് സമൂഹത്തിന് ദോഷകരമായ ദൗത്യമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോ ദൗത്യ നിർവഹണത്തിലും ഏർപ്പെടാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ലഗാനൈൻ. ശാപത്തിന് കാരണമാകുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോ സഹാബികൾ ചോദിച്ചു, എന്താണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലദീ യതഖല്ല ഫീ തരീഖിൻ നാസ് ഔ ഫീ ളില്ലിഹിം. എന്താ? ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ മൂത്രമൊഴിക്കരുതേ. നടന്നു പോകുന്ന വഴിയാണ്, സൈഡുണ്ട്, അവിടെ മരത്തിന്റെ സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നടന്നു പോകുന്ന ആളുകൾ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന വഴിയുടെ അരികിൽ പോലും മൂത്രമൊഴിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു തടസ്സവും യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമീപനം വിശ്വാസിക്ക് നിന്നുണ്ടാവരുത് എന്നാണ്. ഔ ഫീ ളില്ലിഹിം. വഴിയരികിൽ മാത്രമല്ല, തണൽ മരങ്ങൾക്ക് ചുവട്ടിലും. നമ്മളൊക്കെ വിശ്രമിക്കാൻ പോകുമല്ലോ പല തണൽ മരങ്ങൾക്കിടയിലും മൂത്രമൊഴിച്ച് അവിടെ മലിനമാക്കരുത്, അശുദ്ധമാക്കരുത്. ഇത് കേവലം മൂത്രമൊഴിക്കുന്ന വിഷയം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. അതുപോലെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ മുത്തഫിഫീനിൽ ഞാൻ ആയത്തൊന്നും ഓതുന്നില്ല. അളവുകൾ അതിൽ കുറവ് വരുത്തുന്ന ആളുകൾ ജനങ്ങളോട് കൃത്യതയോടെ വാങ്ങുകയും നൽകുമ്പോ കുറച്ച് നൽകുകയും ചെയ്യുന്ന ആളുകൾക്കാണ് വൈലുൽ മുത്തഫിഫീൻ, അവർക്കാകുന്നു മഹാനാശമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പൗരൻ എന്ന നിലക്ക് അവന് ആവശ്യമുള്ള സ്വാതന്ത്ര്യം, അവകാശം വകവെച്ച് കൊടുക്കാൻ ഇസ്ലാം എന്നും മുന്നിൽ തന്നെ നിന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ സന്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവന്റെ ജീവിതായോധനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെടേണ്ടതുണ്ട്. അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു സമീപനവും ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ തന്നെ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് ഒരാളെയും പറ്റിക്കുന്ന സമീപനവും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, വിശുദ്ധ ഖുർആൻ ഉണർത്തി. ജോലി ചെയ്യുന്ന ആളുകൾ, ശമ്പളക്കാർ, പല രീതിയിലും നമ്മുടെ അവകാശങ്ങൾ ലഭിക്കേണ്ടവരാണ് നമ്മൾ. ആ അവകാശങ്ങളിൽ ഒരു ചൂഷണത്തിന്റെ ഭാഗവും ഉണ്ടാവരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അതു അൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അർഖഹു. തൊഴിലാളിയുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന് അർഹമായ വേതനം നൽകണം.
അവനെന്താണോ അവകാശപ്പെട്ടത് അത് നൽകണം. അവനെന്താണോ അവകാശപ്പെട്ടത് അത് നൽകിയിരിക്കണം. അതിന് കാലതാമസം വരുത്തിക്കൂടാ. അധികാരികൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണിത്. കാലതാമസം വരുത്തിക്കൂടാ. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, പരലോകത്ത് 3 വിഭാഗം ആളുകളുടെ എതിരാളിയായി ഞാൻ ഉണ്ടാകും. അതിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരാളെ ജോലിക്ക് നിർത്തി അയാൾ ജോലി പൂർത്തിയാക്കിയിട്ടും അയാൾക്ക് അർഹമായ കൂലി നൽകാത്തവൻ, അവനെതിരായിരിക്കും ഞാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഓരോരുത്തരുടെയും അവകാശങ്ങൾ, അത് ജോലിക്ക് ആവട്ടെ, അവന്റെ വിശ്വാസ സ്വാതന്ത്ര്യമാവട്ടെ, അവന്റെ ഇവിടെ ജീവിക്കേണ്ടുന്ന മറ്റെന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെയും കൃത്യതയോടെ സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. ഈ ഇസ്ലാമിന്റെ നിയമം ഏറെക്കുറെ സാധ്യമാകുന്ന രീതിയിൽ, ഇസ്ലാമിന്റെ ശരീഅത്തിൽ നടത്തത്തില്ല പറയുന്നത്, ആണ് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ ഭരണഘടനയും ഉള്ളത്. ഓരോ പൗരന്റെയും അവകാശങ്ങളെ വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വിശ്വാസവും സംരക്ഷിക്കപ്പെടണം. വിശ്വാസമനുസരിച്ച് നമുക്ക് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതേ രീതിയിൽ വിശ്വാസമനുസരിച്ച് നമുക്ക് മരിച്ചു പോകാനുമുള്ള സ്വാതന്ത്ര്യം അവകാശപ്പെടുന്ന ഭരണഘടന നൽകിയിട്ടുണ്ട്. അതും നിലനിൽക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇലക്ഷന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വളരെ ഗൗരവതരമായ വിഷയം വോട്ട് എന്നുള്ളത്. ഒരു നിസ്സാര കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമല്ല. അതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. അശ്ശഹാദ അതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. വോട്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതൊരു വോട്ട് ഒരു സാക്ഷ്യപ്പെടുത്തലാകുന്നത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടി ഭരണത്തിന് ഭരിക്കാൻ, നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മളെ ഭരിക്കാൻ യോഗ്യരാണ് എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ് വോട്ട് വഴി. ഇവരാണ് യോഗ്യർ, ഇവരല്ല യോഗ്യർ എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ് വോട്ട് വഴി നിർവഹിക്കുന്നത്. വോട്ട് നിസ്സാരമല്ല. ഏതെങ്കിലും സങ്കുചിതത്തിന്റെ പേരിലോ ആരോടെങ്കിലുമുള്ള വിദ്വേഷത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അന്ധമായ ഇഷ്ടത്തിന്റെ പേരിലോ ഒന്നുമല്ല വോട്ട് ചെയ്യേണ്ടത്. വോട്ട് ഒരു സാക്ഷി പത്രം കൂടിയാണ്. അഥവാ ഇവിടെ നമ്മളെ, ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം മാത്രമല്ല, ഈ സമൂഹത്തെയാകെ നിയന്ത്രിക്കാനും ഭരിക്കാനും അർഹതപ്പെട്ടവർ, അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ അർഹതപ്പെട്ടവർ ഇവരാണ് എന്ന ബോധ്യപ്പെടുത്തലാണ് വോട്ട് എന്ന് നാം മനസ്സിലാക്കണം. വലാ തക്തുമു ഷഹാദത വമൻ യക്തുംഹാ ഫഇന്നഹു ഇസ്മുൻ ഖൽബുഹു. നിങ്ങൾ സാക്ഷ്യം മറച്ചു വെക്കരുത്. ഇതൊരു സാക്ഷ്യപത്രമാണ്. സാക്ഷ്യം മറച്ചു വെക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സാക്ഷ്യം മറച്ചു വെക്കരുത്, അത് ഒളിപ്പിച്ചു വെക്കരുത്. അത് ഒളിപ്പിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ പരസ്യമായി ഞാൻ ഇന്നാൾക്ക് വോട്ട് ചെയ്തു എന്നല്ല എന്ന് പറയണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് നിർവഹിക്കണം, അത് നിർവഹിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വോട്ട് അതൊരു ശുപാർശ കൂടിയാണ്. അതൊരു ശുപാർശ കൂടിയാണ്. നന്മ ചെയ്യാൻ താല്പര്യമുള്ള, ജനസേവനത്തിന് സന്നദ്ധരായ ആളുകളെ അധികാരത്തിലേറ്റാൻ സഹായിക്കുന്ന ദൗത്യമാണ്. അത്തരത്തിലുള്ള ആളുകൾ അധികാരത്തിൽ വരണമെന്നുള്ള വരാനുള്ള പ്രയത്നം കൂടിയാണ് വോട്ട് എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുക. അതൊരു അമാനത്ത് കൂടിയാണ്. അതൊരു അമാനത്ത് കൂടിയാണ്. അമാനത്ത് നിർവഹിക്കാത്തവൻ, ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ട് അത് നിർവഹിക്കാത്തവൻ ഇന്നഹു കാന സലൂമൻ ജഹൂല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ അഹ്സാബിൽ. അതായത് അവൻ അക്രമിയാണ്, കടുത്ത അക്രമിയും അവിവേകിയുമായിരിക്കുന്നു എന്ന്. ചുമതല ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അത് ഭരണകർത്താക്കൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. വോട്ട് ചെയ്യുന്ന ആളുകളും തിരിച്ചറിയേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾ വെറുതെ വോട്ട് ചെയ്ത് നമുക്കൊരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതൊന്നും പാലിക്കാതെ പിന്നെയും നമ്മെ തേടി വരുന്ന ആളുകളുണ്ടോ ഇല്ലയോ, അവർ തന്നെ പിന്നെയും വോട്ട് കൊടുത്ത് പിന്നെയും വാഗ്ദാന ലംഘനങ്ങൾ നടത്തുന്ന സമീപനം ഉണ്ടോ ഇല്ലയോ എന്നുകൂടി നമ്മൾ ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിച്ചുകൊണ്ട് വേണം വോട്ട് നിർവഹിക്കാൻ. ഇപ്പൊ വോട്ട് എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല, അതൊരു അമാനത്താണ്, അതൊരു ഷഹാദത്ത് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് അതൊരു നിർബന്ധ ബാധ്യത കൂടിയാണ് എന്നുള്ളതാണ്. അതായത് തിന്മ തടയാൻ വേണ്ടിയാണ് നാം വോട്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചിന്തിക്കും, എല്ലാം കണക്ക് തന്നെയല്ലേ, എല്ലാം കണക്ക് തന്നെയല്ലേ, എല്ലാ പാർട്ടിയും കണക്ക് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തിരഞ്ഞെടുക്കേണ്ടുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. എന്താണ്? തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ കൂട്ടത്തിൽ നല്ലവൻ ആരോ, കൂട്ടത്തിൽ തിന്മ കുറഞ്ഞവർ ആരോ അവരെ ജയിപ്പിക്കുക എന്നുള്ളതാണത്.
ഒന്ന്, നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസമനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കാനുള്ള അവകാശം നമുക്ക് വകവെച്ച് ലഭിച്ചിരിക്കണം. അതിന് പോറലേൽപ്പിക്കുന്ന, ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, ഇസ്ലാമിക സംസ്കാരത്തെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവമതിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന വിഭാഗത്തെ കണ്ടറിഞ്ഞ് അവർക്കെതിരിൽ ഇസ്ലാമുമായി മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും തരുന്ന വിഭാഗങ്ങളോടായിരിക്കണം നമ്മുടെ ചായ്വ് ഉണ്ടാവേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ സൽക്കരമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.